എടാ നീ ഇങ്ങനെ പേടിക്കാൻ മാത്രമൊന്നും ഉണ്ടാവില്ല. ചെറിയൊരു കളിയും ചിരിയും അത് നമുക്ക് കണ്ടില്ല നിൽക്കാം. ഓന് ചിരിക്കാനും കളിക്കാനും പെരുമാനിയിൽ എന്തോരം പെണ്ണുങ്ങളുണ്ട്. ഈ അവസാന സമയത്ത് എവിടെ നിന്ന് പറന്നിറങ്ങിയടേ നായിന്റെ മോൻ. നല്ല കാര്യപ്രാപ്തിയുള്ളവനാ. എത്ര നാളായിട്ടുള്ള വണ്ടി ഇടപാടാ. 100% അവനെ വിശ്വസിക്കാം. പിന്നെ കുറച്ച് എടുത്തിയാട്ടുണ്ടെന്നേ ഉള്ളൂ. അതുപോലെ ചില സംശയങ്ങൾ അവിടെ തീരണില്ല. ഒരു കണക്കിന് എല്ലാത്തൊക്കെ ഞാനാടാ ഈ ലോകത്തുള്ളത്. ഇന്നത്തെ കാലത്ത് കള്ളുകുടിയോ വീഡിയോ ഇല്ലാത്ത ചെക്കന്മാരെ കണ്ടുകിട്ടുണ്ടോ? പോരാത്തതിന് വായി 4 സ്വർണ്ണ പല്ലു. ലോകം മിന്നും വേഗത്തിൽ മാറുന്നു. പുതു കണ്ടെത്തലുകളിൽ രാജ്യങ്ങൾ തമ്മിൽ മത്സരിക്കുന്നു. പക്ഷേ ഇവിടെ മനുഷ്യർ പുരാതന യുഗത്തിലേക്ക് ഊളിയിടുകയല്ലേ എന്നൊരു ചോദ്യം ഞാൻ ഉന്നയിക്കുകയാണ്. പറഞ്ഞത് കൃത്യം. വിളിയൊക്കെ കഴിഞ്ഞോടാ? ഞാൻ ഇവിടെ തുടങ്ങിയിട്ടേ ഉള്ളൂ. മുജീബേ, ഭക്ഷണ കാര്യങ്ങളൊക്കെ പെരുമാനിയിലെ പത്തിരിയും ആട്ടിറച്ചി വരട്ടിയതും പറയുമ്പോ തന്നെ നാവിലിങ്ങനെ വെള്ളം പോറുന്നു. അത് ഭയങ്കര ഫേമസ് അല്ലേ? നമ്മളെ അത് പറഞ്ഞപ്പോഴാ മുക്കറി ഇറച്ചി ഏൽപ്പിച്ചിട്ടില്ലട്ടോ. തിരിച്ചു പോണ വഴിക്ക് ഓർമ്മിക്കണേ. ഈ കല്യാണം അലമ്പാക്കുവോ? മാംസം നമുക്ക് ഇവിടെ ഏൽപ്പിക്കാമല്ലോ. ഞാൻ പറഞ്ഞാൽ കബീർ നല്ല 1-ാം തരം മാംസം ഇവിടെ കൊണ്ടുവരും. അതും തുക കുറച്ച്. ഞാൻ സംസാരിക്കാം കബീറിനോട്. എന്തിന്? അത് ഇവര് പെരുമാനിയിൽ ഏൽപ്പിച്ചോളൂല്ലേ? പാത്തു, എന്തിനാ ഇങ്ങനെ എല്ലാ കാര്യത്തിലൊക്കെ ഇടപെടുന്നത്? നിങ്ങൾ വാ. കുഴപ്പമില്ലക്കാ, ഞങ്ങൾ പെരുമാനിയിലെ അന്തൂറിന്റെ അവിടെ ഏൽപ്പിച്ചോളാം. നിങ്ങൾ വാ. ഓരോ തീരുമാനങ്ങളും ആലോചനയോടെ എടുക്കുക. പെരുമാനിലെ എവിടെയാണ്? ഇക്കാന് ബന്ധു വീടിന്റെ? പാത്തുത്താന്റെ വീടിന്റെ തൊട്ടപ്പുറത്ത്. 2 വീട് വ്യത്യാസം. ഇതിപ്പോ എത്ര കിലോ വേണ്ടി വരും? ഒരു 120. ഓൻ കെട്ടി 2 പൊട്ടിക്കാൻ വന്നിട്ടുണ്ട്. പിന്നെ കടയിലുണ്ട് 1-2 മേശയുടെ കാലൊടിഞ്ഞിട്ടുണ്ട്. മേശ എടുത്ത് നിലത്തടിച്ചതാ. പിന്നെ ഒരു കാര്യം, ഇനി അങ്ങനെ ഇറച്ചി കൊടുത്തോ പോരുത്. എനിക്ക് ഇങ്ങനെ കിട്ടാക്കടം പിരിക്കലല്ല പണി. ഇനി ഉണ്ടാവൂല. അല്ല, ഞായറാഴ്ച അല്ലേ പരിപാടി? ശനിയാഴ്ച രാത്രി. ശനിയാഴ്ച ഒരു ഉച്ചയാകുമ്പത്തിന് എത്തിയ പോരെ? തിരക്കുണ്ടേ. അത് വേണ്ട. കാശൊക്കെ കാര്യം കഴിച്ചിട്ട് സമാധാനമായിട്ട് കൊടുത്താൽ മതി. എന്താ കബീറേ? പൈസ ഇപ്പൊ വേണ്ടേ? ഇക്ക പറഞ്ഞ പിന്നെ എന്തിനാ നമ്മളെ കൊച്ചാക്കാൻ നോക്കുന്ന ഇടകള്ള. എന്നാ പിന്നെ അങ്ങോട്ട്. നീട്ടി കാശൊന്നും വാങ്ങിച്ചൂടായിരുന്നാ? എന്റെ കാശിന്റെ കണക്ക് ഇസ്മായിൽക്കടെ അടുത്ത് എടുക്കണ്ട. ആ കാശൊക്കെ ബാങ്കിൽ ഇട്ട പോലെ സേഫാണ്. ഫാത്തി, ഞാൻ എന്തോ എന്നോട് ചോദിക്കാൻ വന്നല്ലോ. അല്ല, മുജിക്ക് എന്താ കേട്ടായിരുന്നേ? നിന്റെ ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുക? ഒരു പ്രേമുണ്ടായിരുന്നു, ചീറ്റിപ്പോയി. അതെന്താ പറ്റിയേ? എന്റെ മോനെ കുടുംബിനെ കൊണ്ട് പ്രേമായിരുന്നു. മുജിക്കാണെങ്കിൽ എന്തെങ്കിലും ഒരു ജോലി കേട്ടിട്ടൊന്ന് കെട്ടായിരുന്നതാ. അപ്പോഴേക്കും ഞങ്ങളുടെ ആ മൂത്താപ്പയുടെ മോൻ കരിമിക്കനെ നിനക്കറിയില്ലേ? എനിക്കറിയാം. അങ്ങേര് കയറി അങ്ങ് കെട്ടി. അപ്പൊ മുജിക്ക ഒന്നും പറഞ്ഞില്ലേ? മുജിക്കനെ നിനക്ക് അറിഞ്ഞൂടെ? അതൊരു പാവ. അതെല്ലാം ഉള്ളിലൊതുക്കി. പക്ഷെ റംലുത്ത മൊത്തം അലമുണ്ടാക്കി. മുജിക്കായിട്ട് പ്രേമാണ്, അതാണ് ഇതാന്നൊക്കെ പറഞ്ഞു. പക്ഷെ കരീമിക്ക പറഞ്ഞ് പാസ്റ്റ് ഈസ് പാസ്റ്റ്. എന്നിട്ട് ആദ്യ രാത്രി തുടങ്ങിയില്ലേ ഇടിയും തെറിയും? ഞാൻ അത് കേൾക്കാൻ വന്നല്ല, പാത്തിന്റെ കല്യാണം വിളിക്കാൻ വന്ന. ഈ മൂത്തുമാനെ വിളി. എന്താ ഞാൻ വിളിച്ചാ ഫോൺ എടുക്കാത്തെ? ആരെങ്കിലും കേക്കുണ്ട് റംലു? നിങ്ങടെ കേറ്. മൂത്തുമന്തിയെ നിനക്കെന്താ പേടിയാ? ഈ മൂത്തുമാനെ വിളി. ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ. എന്താണ് ഫോൺ? എടുക്കൂലെന്ന് പറഞ്ഞാല് അനക്കെന്ത് പറയാനാ? കരീംക്ക് അങ്ങനെ അറിഞ്ഞാണ്ടല്ലോ. അങ്ങനെ എപ്പോ വിളിച്ചാലും തെറിയാടാ. നിന്നെയും കൂട്ടി പറഞ്ഞു. ഇത് കഴിഞ്ഞില്ലേ, ഇനിയിപ്പൊ എന്ത് ചെയ്യാനാ? നമ്മള് തമ്മിൽ എന്ത് ചേർച്ചയായിരുന്നല്ലേ, എന്ത് രസായിരുന്നു. തങ്ങളെ റംലു, ഞാനതൊന്നും ഇപ്പൊ ഓർക്കാറില്ല. ഓർക്കാറില്ലെങ്കിൽ പിന്നെ നീ എന്താ കെട്ടാത്തെ? ഞാൻ കെട്ടും. പാത്തിന്റെ ഒന്ന് കഴിയട്ടെ. നീ കെട്ടോ? കെട്ടോന്ന് അത് മുജിയാ. മുജിയെ കല്യാണം വിളിക്കാൻ വന്നതായിരിക്കുമല്ലോ. ഓ അതെ മൂത്തുമ്മ. എന്നാലേ ഞാൻ അങ്ങോട്ട് എത്തിയേക്കാം. ഇവളെ കരീമ് വിടൂന്ന് എനിക്ക് തോന്നണില്ല. പിന്നെ നീ ഈ മുറ്റത്ത് കിടന്ന് ചുറ്റിക്കറങ്ങാണ്ട് വേഗം വിട്ടോ. ഇല്ലെങ്കിലേ കരീമ് വിമാനം പിടിച്ച് ഇപ്പൊ ഈ മുറ്റത്ത് പറന്നിറങ്ങും.
മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ നിങ്ങളുടെ മോനോട് ഞാൻ ആരും വട്ടം പറഞ്ഞല്ലേ എനിക്ക് മുജിയായിട്ടാണ് പറഞ്ഞത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഓത് ശരിക്കും ഓത്. റഹ്മാനിർ റഹീം. ഫാത്തിയ, ഞാൻ ഇവിടെ 2 മാന വരച്ചാലോ? മാന ആ, വരക്കടാ. ഇവിടെ ഒരു ആൺമാനും ഇപ്പുറത്തൊരു പെൺമാനും. അല്ല, നാസർക്കൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ? വര ആർക്കാടാ ഇഷ്ടാവാത്ത? നീ വരക്കടാ. ഡാബി, ആ, നീ കെട്ടാത്തത് അവിടെ പ്രേമുള്ളോണ്ടല്ലേ? പ്രേമോ? എനിക്ക് പ്രേമൊന്നും ഉണ്ടായില്ല. എന്നാലും ചെറിയൊരു നാണം മുഖത്ത് കാണണ്ടല്ലേ? എനിക്കാ? എന്നോട് പറയടാ. എനിക്ക് പ്രേമിക്കാൻ തന്നെ പേടിയായിരുന്നടാ. പ്രേമിക്കാൻ പേടിയാ? എന്തിന്? അല്ലടാ, എൻ്റെ മാമല്ലേ, മാമ ഭയങ്കര പ്രശ്നക്കാരനായിരുന്നു. ഞാൻ അവിടെ ആയിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ചെറിയ തെറ്റുണ്ടാ മതി, അവൻ നല്ല ഇടിയും. തല്ലല്ലേട്ടാ, ഇടിച്ചാ പിന്നെ പുറത്താണല്ലോ. ഞാൻ ഉമ്മാക്ക് വിഷമാവുന്ന എഴുതിട്ട് ഞാൻ ഉമ്മാടൊന്നും പറയില്ല. എല്ലാമ പെരുമാനിക്ക് വിളിക്കുമ്പോഴൊക്കെ എനിക്ക് വലിയ സന്തോഷമാണ്. ചുമ്മാ അമ്മയ്ക്കണ്ടേ. ഇപ്പോൾ എൻ്റെ ഈ മുടിയില്ലേ, എൻ്റെ ഈ മുടി പറ്റ വെട്ടണം എന്നാണ് മാമൻ്റെ ഓർഡർ. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു വിവരക്കേടുണ്ട്, ഞാനെന്ത് കുറച്ച് സ്റ്റൈലായിട്ടൊക്കെ ഒന്ന് വെട്ടി. ഉമ്മയുടെ ഉന്നയിച്ച് മാമ ഒന്നും പറഞ്ഞില്ല. കുറച്ച് കഴിഞ്ഞിട്ട് മാമൻ്റെ വീടിൻ്റെ പുറകിലോട്ടുണ്ടായി. എന്നിട്ട് മാമൻ്റെ കക്ഷത്തോട്ട് എൻ്റെ കഴുത്തിങ്ങനെ ഞെരുക്കി വെച്ചിട്ട് മാമൻ്റെ കൈ മുട്ടോണ്ട് എന്റെ മംഗള, നിങ്ങൾ എന്ത് കൂത്തായി കാണിക്കണേ? നിങ്ങളിങ്ങനെ തീറ്റയും കാശും കൊടുത്ത് കഴിഞ്ഞാൽ പണിക്കും പോവോ? ഇതൊന്നും ശരിയല്ലോ മംഗള. അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോ ഒന്ന് ശ്രദ്ധിക്കണം ബഷീറെ. ഇദ്ദേഹം എന്താ പറഞ്ഞ ഇപ്പം പിടിച്ച് തല്ലുവോ? അതല്ല ബഷീറെ, കാര്യമുണ്ട്, ഞാൻ പറയാം. നീ പോയി ഒളു. ഞാൻ ഒന്നെടുത്തോളാം. വെറുതെ പണിക്കുന്ന തീറ്റയും കാശും കൊടുത്ത് വഷളാക്കുന്നത്. എന്താ ഇപ്പൊ ആലോചിക്കുന്നേ? അങ്ങയുടെ മനസ്സിലിപ്പോ എന്താ? തങ്ങള് മലയിലെന്താ? തന്നെയതാ മുക്രിനോട് എത്ര തവണ പറഞ്ഞതാ പൂപ്പലുണ്ട്. എന്നിട്ടെന്താ വേറെ ആരും തന്നായിരുന്നു? നീ ഇഷാനിസ്കാരം കഴിഞ്ഞ് തങ്ങള് കലങ്കിലേക്കൊന്ന് വാ. കാലി അദ്ദേഹത്തെ കുറിച്ച് കുറെ കാര്യങ്ങൾ പറയും. അങ്ങോട്ടാണ് സത്യത്തിന്റെ പുറകെ. എങ്ങോട്ട് പോയാലും കുഴപ്പമില്ല, കല്യാണത്തിന് നേരത്തെ കാലത്ത് എത്തണട്ടാ. അത് പിന്നെ പറയണോടാ മുജി, എത്ര കാലാടാ പകലൊരു കല്യാണം കൂടിയിട്ട്. ഈ കാക്കക്കൂട്ടത്തെ പേടിച്ച് ഒറ്റൊരുത്തരും വിളിക്കൂലായിരുന്നു. അമ്പൂട്ടി, ഈ വരണട്ടാ. അല്ലടോ, എനിക്ക് ഈ കൊടി ഒഴിവാക്കാനായില്ല. സത്യം പറയാലോ മുക്രി, ഈ കാക്കക്കൂട്ടവും ബഹളവും ഇല്ലാണ്ടായപ്പോ വല്ലാത്തൊരു ഒറ്റപ്പെടല്. പിന്നെ ഏക ആശ്വാസം ഈ കൊടിയും അമ്പൂട്ടിയാ. എന്നാ പോട്ടെ. ഫാത്തിമ, ഫാത്തിമ, എന്ത് എൻ്റെ അടുത്ത് വരണ്ടാന്ന് പുതിയ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പുതിയ ആര്? ഇതിൻ്റെ അടിയൊക്കെ കയ്യാറായല്ലോ. എനക്കെന്തെങ്കിലും ബിംബിഷ്ടമുണ്ടോ? വിമ്മിഷ്ടോ? എന്ത് വിമ്മിഷ്ടോ? അതല്ല വീട്. ഈ മാനാരാ വരച്ചത്? മാൻ?
അബിയ ആയിരിക്കും, എനിക്കറിഞ്ഞൂടാ. എന്തിനാ ഫാത്തിമ എന്നോട് നുണ പറയുന്നത്? ഇതാരായി ആണുമാൻ? ഈ ആണുമാൻ ഞാനാ? എനിക്കറിഞ്ഞൂടാ. ഞാനല്ലേ? ഈ ഓനോട് പോയി പറ, ഇവിടെ വലിയ കലാപ്രവർത്തനം ഒന്നും വേണ്ടാന്ന്. വല്ല പച്ചശേഷം പൊടിച്ചിട്ട് വീട്ടിൽ പോയിക്കൊള്ളാൻ പറയും. ആ വണ്ടി എവിടെ എടുക്കണേ? നമ്മുടെ ഇലിയാസിന്റെ പറമ്പില്. എന്നാ ഈ ഇവനെയും കൂട്ടി ചെന്ന് നോക്ക്. ഓന് വണ്ടിപ്പണിയൊക്കെ അറിയാന്ന്. വണ്ടിപ്പണിയോ? ആ ഓനാ? ആ ഞാൻ ഓട്ടോമൊബൈലൊക്കെ പഠിച്ചാണിക്കാ. കുറച്ച് നേരം ആ ജോലിക്കൊക്കെ പോയിട്ടുണ്ട്. ജെസിന്റെ പണി അറിയാം. എന്നാ ഇവിടെ ഒരു വർക്ക്ഷോപ്പ് ഇടറാ. ഞങ്ങളൊക്കെ അവിടെ കിടന്ന് ഇടങ്ങാറാവാണ്. ഇല്ലടാ ഓ ഈ പെരുമാനിയോട് കൂടിക്കോ. എന്തേ വരി. ഈ വലിയ കലാകാരനാണല്ലേ? എന്തൊക്കാ? ഈ വലിയ കലാകാരനാണല്ലേന്ന്. ഹേയ് അങ്ങനൊന്നുമില്ല. എന്റെ മാന്റെ പടം നമ്മള് കണ്ട്. ആ അത് വെറുതെ രസത്തിന്. എനിക്കത് അത്ര രസമായിട്ട് തോന്നിയില്ല. എന്തൊക്കാ? എന്റെ പടേ മാന്റെ അതവിടെ വേണ്ട, മനസ്സിലായോ? എന്നാ ഞാൻ ആ മാന്റെ പടം മാറ്റിട്ട് ഒരു കരടി വരച്ചാലോ? എന്തൊക്കാ? ഇറങ്ങി പോവാ. ഇറങ്ങി. എന്താ ഉദ്ദേശിച്ചത്? എന്തൊക്കാ? വാ പോവാ. മോനെ, നിനക്ക് നിന്നെ പോലെ വലിയ കഴിവൊന്നുമില്ല. പാട്ടുപാടി മാന്റെ പറക്കാനോ മാന്റെ കൊമ്പ് പറക്കാനോ ഒന്നും എനിക്കറിഞ്ഞൂടാ. അതുകൊണ്ട് പെട്ടെന്ന് ഒരു ദിവസം നീ വന്ന് പാട്ടുപാടി മാന്റെ വരച്ച് എന്റെ പെണ്ണിന്റെ മുമ്പിൽ വലിയ ആളാകാനാ ഉദ്ദേശമെങ്കിലേ അത് നമ്മളെ സമ്മതിക്കൂല. ഇക്കാക്ക് സംശയരോഗാണ്. ഈ മോളും കൂടെ മുറിയുടെ അകത്ത് കൊമ്പ് പുറത്ത് കളിക്കുന്നത് അതൊരു പ്രശ്നമില്ല അല്ലേ? ഒരു പ്രശ്നമില്ല. എന്താന്ന്? എടാ, എന്റെ ടിപ്പറിന് ഒരു കുഴപ്പമില്ല. ഈ മോളും അവിടെ എന്ത് ചെയ്യുന്ന അറിയാൻ വേണ്ടിയിട്ട് വന്നാണ്. അപ്പൊ നമ്മൾ നേരിൽ കണ്ടല്ല. എന്നിട്ട് നിക്ക് സംശയരോഗം അല്ലേ? ഞാൻ ഓളും തമ്മിൽ ഒരു ഇടപാടുമില്ല. ഓളൊരു പാവാണ്. ഒരു ഓളെ ജീവിതം നശിപ്പിക്കരുത്. പെട്ടെന്ന് തന്നെ പോയിട്ട് ഡോക്ടറെ കാണിക്കേ. കല്യാണം ഒന്ന് കഴിയട്ടെ. ഡോക്ടറിനെ കാണാൻ പറ്റാത്ത അവസ്ഥയിലാക്കുവാനെ.